നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ആദർശ് പോകുന്ന സമയത്ത് ആദർശിന്റെ മനസ്സിലേക്ക് നയനയെ കുറിച്ചുള്ള ചിന്തകൾ വന്നു. അവളെയും കൂടെ പോയി കൂട്ടിക്കൊണ്ട് വന്നാലോ? ഒരു പക്ഷെങ്കിൽ താൻ ആ വീട് വിട്ട് ഇറങ്ങിയത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാല് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ആദർശിന് വല്ലാത്തൊരു ടെൻഷനായി. പെട്ടെന്ന് ആദർശിന്റെ മനസ്സിലേക്ക് മൂർത്തി മുത്തശ്ശന്റെ വാക്കുകൾ വരിക. നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേങ്കില് നയന മോളെ കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. അവളെ ഇവിടെ നോക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവൾക്കൊരാപത്ത് സംഭവിക്കില്ല. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാമായിട്ട് ഇവിടെ ആൾക്കാരുണ്ടെന്ന്. വേണ്ട, അവൾ അവിടെ തന്നെ നിന്നോട്ടെ. മുത്തശ്ശൻ പറഞ്ഞ പോലെ അവൾ അവിടെയാണെങ്കിൽ അവളെ നോക്കാൻ അവരൊക്കെ ഉണ്ട്. പിന്നെ താന് ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ട് ആദർശം അങ്ങോട്ട് പോവാണ്. ഇതേ സമയത്ത് ദേവേനി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. ആദർശ് പോയത് ദേവേനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോഴേക്കും വസ്തുന മുത്തശ്ശി അങ്ങോട്ട് വന്നു. മുത്തശ്ശിയെ കണ്ടുകഴിഞ്ഞപ്പോ ദേവേനി പറഞ്ഞു, എന്താമ്മേ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷേ നയനമോള് പോയാനും ആദർശമോന്റെ കൂടെ ഞാനും കൂടെ ഉള്ളതുകൊണ്ടാ എന്നെ കരുതിയിട്ടാ. പിന്നെ ചന്തമോൾക്ക് നയനമോളില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, മോളെ ഇത് എന്നോട് പറഞ്ഞിട്ട് എന്താവാനാ? നിന്റെ മുത്തശ്ശനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അദ്ദേഹത്തിന് ഇത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലാതെ. മുമ്പഴത്തെ സ്വഭാവവും കാര്യങ്ങളൊന്നും അല്ല. ഇപ്പൊ ആകെപ്പാടെ ഒരു വ്യത്യാസമാ. എന്തൊക്കെയാ പറയണേന്ന് പോലും ചിലപ്പോ എനിക്ക് അതൊക്കെ ഓർത്ത് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുത്തശ്ശൻ. അത് കേട്ട് ഇനിയിപ്പോ ദേവേനെ പറഞ്ഞു, അതെ അമ്മേ, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനായിട്ടാ? ആദർശ് പോയതിൽ ഇവിടെ സന്തോഷമുള്ള ചിലരൊക്കെ ഉണ്ടല്ലോ, ഹബിയൊക്കെ. പക്ഷെ എങ്കില് അനി ഇത് അറിഞ്ഞിട്ടില്ല. അനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് നല്ല സങ്കടമാവും. അവൻ ഈ പറഞ്ഞ പോലെ ആദർശിനെ പോലെ തന്നെയല്ലേ, അവന് എല്ലാവരുടെ സ്നേഹമുള്ളതാ. പക്ഷെ ആദർശ് മോൻ പോയതുകൊണ്ട് എനിക്ക് സങ്കടമുണ്ട്. നയനമോളുടെ കാര്യം ഓർത്തിട്ടും വിഷമമുണ്ട്. അപ്പോഴേക്കും ദേവേന പറഞ്ഞു, അമ്മ ഒന്ന് അച്ഛനോടൊന്നുകൂടെ സംസാരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ സംസാരിച്ചിട്ട് എന്താവാനാ മോളെ? ഞാൻ സംസാരിച്ചിട്ട് നിന്റെ അച്ഛനാണെങ്കിലും ഞാൻ പറയുന്നൊന്നും അനുസരിക്കുന്നില്ല. അദ്ദേഹത്തിന് എന്തോ ഒരു പിടിവാശി ഉള്ളതുപോലെയാ. ഇപ്പൊ നയനമോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദർശിനെ ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ലായിരുന്നു. ദേവേന പറഞ്ഞു, അതേമ്മേ, അമ്മ ഒരു കാര്യം ചെയ്യുക, നയനമോള് പോയി ഒന്ന് ആശ്വസിപ്പിക്കുക. എനിക്ക് പറ്റുന്നില്ല അവളുടെ സങ്കടം കാണാനായിട്ട്. കേട്ടത് മുത്തശ്ശി പറഞ്ഞു, ഞാൻ ചെന്ന് സമാധാനിപ്പിക്കാം, നീ ധൈര്യമായിട്ടിരിക്കും ദേവേനി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോയി. പിന്നീട് നയനയുടെ അടുത്തേക്ക് മുത്തശ്ശി ചെല്ലുവാണ്. നയനയുടെ അടുത്ത് എന്നിട്ട് മോൾ ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ട് വന്നതും അതിനുശേഷം കുറച്ചു കാലം എങ്ങനെയായിരുന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. മോള് മറ്റുള്ളവരോട് എങ്ങനെയായിരുന്നു. മോള് എന്ത് വന്നാലും സഹിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന ദേവേനയാണെങ്കിലും ആദർശാണെങ്കിലും എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും മോൾ അവിടെയെല്ലാം പൊരുതി നിന്നിട്ടില്ലേ? അത് കേട്ടപ്പോ നയന പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തില് കുറെ പൊരുതി നേടിയ മുത്തശ്ശി ഇങ്ങോട്ടേക്ക് കടന്നു വന്നേന്ന് പറഞ്ഞു. അതെ, അങ്ങനെയുള്ള മോൾ ഒരു കാരണവശാലും ഇവിടെ തളർന്നുകൂടാ. എനിക്കറിയാം ഈ സമയത്ത് മോളുടെ മനസ്സിന് ഒരു കാരണവശാലും വേദന ഉണ്ടാകാൻ പാടില്ല, ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത്. പക്ഷെ എങ്കില് മോളുടെ മുത്തശ്ശനോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ മുത്തശ്ശന്റെ തലയിലേക്ക് ഒന്നും കേറുന്നില്ല. അദ്ദേഹത്തിന് ഇത് എന്തു പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ലാത്ത മോളുടെ വിഷമമൊക്കെ കാണുന്നുണ്ട്. എന്നിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കുറെ പറഞ്ഞു നോക്കി, പക്ഷെ ഒരു നിവൃത്തിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അല്ല, മോൾക്ക് എങ്ങനെയാ? മോൾക്ക് മുത്തശ്ശൻ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. നയന ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ. മോൾ ആദർശിന്റെ കൂടെ പോകാതിരുന്ന ഒരു കണക്കിന് നന്നായി. കാരണം പോയിട്ടുണ്ടെങ്കിൽ എന്താവും? ഒന്നെങ്കിൽ മോള് വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം. ആദർശിനോട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു സമാധാനക്കേടാ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഓർത്തിട്ട്. അത് കേട്ടതും നയന പറഞ്ഞു, മുത്തശ്ശി, എനിക്ക് ആദർശനോട് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കില് എനിക്കറിയാം ദേവേനെ കുറിച്ച് ഓർത്ത ടെൻഷനൊക്കെ കാണുമല്ലേ. പിന്നെ ചന്തുമോളെ കുറിച്ച്. സാരമില്ല മോളെ, ധൈര്യമായിട്ടിരിക്കുക. മോള് കുറച്ചുകൂടെ ബോൾഡ് അല്ലേ, ഈ വീട്ടിൽ തന്നെ നിൽക്കണം. ആദർശം പൊരുതാൻ വേണ്ടി പോയിരിക്കല്ലേ, അവൻ ജയിച്ചു വരട്ടെ, അതുവരെ മോൾ ഇവിടെ തന്നെ തുടരണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ നയന് പറഞ്ഞു, ആഗ്രഹമുണ്ട് മുത്തശ്ശി, പക്ഷെ ചില സമയത്ത് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എനിക്ക് വല്ലാതെ സങ്കടം വരുന്നുണ്ടെന്ന് പറഞ്ഞു. മോളെ, ശരിക്കും പറഞ്ഞാൽ ആദർശ് ഈ വീട് വിട്ടു പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് മാത്രം വലിയ തെറ്റ് ആദർശ് ചെയ്തിട്ടുണ്ടോന്നും അറിയില്ല. ആദർശ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ MD സ്ഥാനം ആദർശ് രാജിവെച്ചു, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ വീട് വിട്ടു പോകാനായിട്ട് മാത്രം കാര്യങ്ങളും ഒന്നും ഇല്ല. പക്ഷെ എങ്കിൽ അതൊന്നും നിന്റെ മുത്തശ്ശന് മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും നയന് പറഞ്ഞു, മുത്തശ്ശന്റെ സ്വഭാവം അറിയാലോ മുത്തശ്ശി. വീട്ടുകാര്യങ്ങളും അതുപോലെ തന്നെ കമ്പനി കാര്യങ്ങളും ഒരുമിച്ച് ഒരിക്കലും കൊണ്ടുപോകുന്ന ആളല്ല. മുത്തശ്ശൻ നോക്കുമ്പോൾ മുത്തശ്ശന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. മുത്തശ്ശന് ശരിയായിട്ട് തോന്നുമായിരിക്കും, മറ്റുള്ളവരുടെ ശരിയല്ലോ വേറൊരാളുടെ ശരി. ഇത് കേട്ട് കഴിഞ്ഞാൽ മുത്തശ്ശി പറഞ്ഞു, ഞാനൊന്നുകൂടെയൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കാം, എന്താണെന്ന് അറിയത്തില്ല. മോളുടെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോള് സങ്കടപ്പെടാതിരിക്കും കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോയി.
പിന്നീട് നയന ആകെപ്പാടെ വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന സമയത്താണ് നവ്യയുടെ വരവ്. നവ്യ വന്നിട്ട് ഓ അവൾ കരഞ്ഞോണ്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് നയനയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാടി ഇങ്ങനെ കരഞ്ഞിരിക്കുന്നേ? നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ആദർശമായിട്ടും വീട് വിട്ടു പോയല്ലേ, സന്തോഷിക്കേണ്ട നീ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നയനയ്ക്ക് ദേഷ്യം. നയനങ്ങ് ചാടി എഴുന്നേറ്റു. ചേച്ചി എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അല്ല, അയാളെ പോലെ ഒരുത്തന് ഈ വീട് വിട്ട് പണ്ടേ പോണ്ടതാ. നിന്നോട് എത്ര വലിയ ചതി അയാൾ ചെയ്തേ. അത് കേട്ടിരിപ്പോ നയനയ്ക്ക് സഹിച്ചില്ല. എന്നോട് ആര് ചതി എന്നാ പറയണേ? ഇത് ചേച്ചി അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. എന്റെ ആദർശേട്ടനെ കുറ്റപ്പെടുത്താനുള്ള ഒരു യോഗ്യതയും ചേച്ചിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരാദർശേട്ടൻ വന്നിരിക്കുന്നു, അയാൾ ശരിക്കും കാലനാന്ന് പറയണം. കാലൻ ചേച്ചിയുടെ ഞാൻ പറയുന്നില്ല. ചേച്ചിയുടെ ഭർത്താവ് അഭിയുണ്ടല്ലോ, അവനാണ് ശരിക്കും കാലന്. അവനാണ് ഭൂലോക പ്രോടെന്ന് പറഞ്ഞു. ഒന്ന് പോടി അവിടുന്ന്. എന്റെ അഭിക്ക് നേരത്തെ കുറച്ച് ദോഷങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അഭി എന്നെ പൊന്നുപോലെ നോക്കുന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നയനെ പറഞ്ഞു, പൊന്നുപോലെ നോക്കുന്ന പോലും. അവൻ കാരണം ഈ കുടുംബം നശിച്ചേ, അവൻ എല്ലാത്തിനും കാരണം. ഇനി ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നയന പറഞ്ഞു, അവൻ കാരണം ഈ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായത്. അവൻ ചെയ്ത് എന്താണെന്നറിയാവോ? ഇത്രയും കാലം ആ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചു, പക്ഷെ ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് പറയാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും ജയൻ അങ്ങോട്ട് വന്നിട്ട് നയനോട് ഒരു മോൾ എന്തൊക്കെയാ പറയണേ? നീ മോളെ ഒന്ന് മിണ്ടായിരിക്കുക, ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അത് കേട്ടപ്പം നവ്യ പറഞ്ഞു, എന്താ സംസാരിച്ചാല്? എന്റെ നവ്യെ, നിനക്ക് എന്താ ഒട്ടും ബോധമില്ലേ? ഈ കുടുംബത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്തും പരിപാടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. കമ്പനി കാര്യങ്ങൾ തകരുന്നതോടൊപ്പം കുടുംബങ്ങൾ തറക്കേണ്ട കാര്യമുണ്ടോ? ഈ സമയത്ത് നയനമോൾക്ക് ആശ്വാസം പകരമല്ലേ ചെയ്യേണ്ടത്? ആദർശ് പോയതിന്റെ പേരില്ല. അതിന് പകരം നയനമോളുടെ മനസ്സിനെ കുത്തി നോവിക്കാനാണോ നവ്യെ നീ ശ്രമിക്കണേ? അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പോ നവ്യ പറഞ്ഞു, ആദർശേട്ടൻ ചെയ്ത് തെറ്റെല്ലാരും ന്യായീകരിക്കാൻ ശ്രമിക്കുവാണല്ലേ? അപ്പോഴേക്കും നയൻ പറഞ്ഞു, എന്ത് തെറ്റ്? എന്റെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്യുന്നാ പറഞ്ഞേ? എന്റെ ചേച്ചി ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോട്ടോ, പിന്നെ ഞാനൊന്നും നോക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജയൻ നയനയുടെ കയ്യിലേക്ക് പിടിച്ചു. എന്നിട്ടൊരു മോൾ ഇങ്ങോട്ടേക്ക് വന്നേ. ഇവരോട് വെറുതെ കിടന്ന് ചലച്ചിട്ട് കാര്യമൊന്നുമില്ല, മോൾക്കറിയാലോ ഇങ്ങനെ എന്താന്നൊക്കെ. ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. നബിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നയനയെ വിളിച്ചോണ്ട് പോയിട്ട് ജയൻ ഉപദേശിക്കുകയാണ്, മോൾ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയപ്പോൾ മുതലുള്ള ഓരോ കാര്യങ്ങളും എനിക്കറിയാം. മോളെ ഓർക്കുന്നുണ്ടോ? ഒരു ദിവസം ഞാൻ കുറെ നാളത്തെ ടൂർ പ്രോഗ്രാമിന് ശേഷം തിരികെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് മോളും മഴ നനഞ്ഞ് മുറ്റത്ത് തന്നെ. അന്ന് മോളെ ഞാൻ കൈപിടിച്ച് അകത്തേക്ക് കയറ്റി പോവണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഒരു പക്ഷെ അന്ന് മോളും മോളുടെ അമ്മയോടൊപ്പം പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ കുടുംബമായിട്ട് ഒരു ബന്ധമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. അറിയാലോ, അവിടെ എല്ലാം മോള് പൊരുതി നേടി നിന്നില്ലേ? ഈ പറയുന്ന ആദർശമൊക്കെ എന്തൊക്കെ ചെയ്യുന്ന എനിക്ക് നന്നായിട്ടറിയാം. അതിനുശേഷം മോള് പിന്നെ അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയി മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി. ഇവിടെ അങ്ങനെ തന്നെ വേണം. ആദർശിന് മോളെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ മോള് ഗർഭിണി ആയതുകൊണ്ട് മാത്രം കൊണ്ടുപോവാതിരുന്നത്. അല്ലായിരുന്നെങ്കിൽ കൊണ്ടായാലും സാരമില്ല. ആദർശ് പോയ കാര്യങ്ങളൊക്കെ നിറവേറ്റിയിട്ട് ആദർശ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരും. അതോടൊപ്പം തന്നെ അറിയാലോ നവ്യയുടെയൊക്കെ സ്വഭാവം. മോൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ഒരു യുദ്ധക്കളമായിട്ട് മാറും. ഈ പറയുന്ന നവ്യ ആയിരിക്കില്ല പിന്നീട്. അതുകൊണ്ട് വീണ്ടും കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പല അപ്രിയ സത്യങ്ങളും മോൾക്ക് ദേഷ്യം വരും. മോള് വിളിച്ചു പറയാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. തൽക്കാലത്തേക്ക് അതിന്റെ ആവശ്യമില്ല. മോൾ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. മോളുടെ ചേച്ചിയല്ലേ, കുറച്ചും കൂടി ഒന്ന് സഹിച്ച് ക്ഷമിച്ചും പോവും. അതും ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് മോളുടെ മനസ്സിൽ അധികം ടെൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ഉപദേശിക്കുകയാണ്. നയന പറഞ്ഞു, എത്രയെന്ന് വെച്ചാൽ അച്ഛാ ഞങ്ങള് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ. എന്റെ ആദർശേണ്ട ഒരു തെറ്റും ചെയ്യാതെയാണ് ആദർശേണ്ട തലയിലേക്ക് കുറ്റങ്ങളൊക്കെ കെട്ടിവെക്കുന്നത്. എല്ലാത്തിനും ഒരു പരിധി ഇല്ലെന്നൊക്കെ ചോദിച്ചു. ജയൻ പറഞ്ഞു, മോള് വിഷമിക്കണ്ട, ഇനിയിപ്പോ മോളെ ആരും കുറ്റപ്പെടുത്താൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ആശ്വസിപ്പിച്ച് ജയൻ അങ്ങ് പോയി. പിന്നീട് ജയൻ നേരെ പോയത് അബിയുടെ അടുത്തേക്ക്. അബി ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ്. ചെന്ന് കഴിഞ്ഞിട്ട് അബി അങ്ങ് പിടിച്ചെഴുന്നേപ്പിച്ചു. എന്നിട്ട് നീയ് സന്തോഷിച്ചിരിക്കുവല്ലേടാന്ന് പറഞ്ഞുകൊണ്ട് അബിയുടെ കാരണത്തിന് 2-3 തല്ലു കൊടുക്കണം. എന്നിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാനൊരുങ്ങുകയാണ്. നിന്നെ ഞാൻ കൊല്ലൂടാ, നീനും ജീവിക്കേണ്ട, നീയാണ് ഈ കുടുംബത്തിൽ ഓരോ പ്രശ്നത്തിനും കാരണം. എന്നിട്ട് അവനൊന്നും അറിയത്തില്ലാത്ത മട്ടിൽ ആസ്വദിച്ചിരിക്കുന്നുണ്ടേ. കണ്ടില്ലേ, എന്റെ മോനെ ഇവിടുന്ന് പുറത്താക്കാനായിട്ട് നിനക്കും പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് ജലജ ഓടിയിരുന്നത്. എന്താ എന്താ ഏട്ടാ, എന്താ ചേട്ടാ എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും അബി പറഞ്ഞു, അമ്മാവ എന്നെ വിടമ്മാവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ജലജ പിടിച്ചു മാറ്റുകയാണ്. അപ്പോഴേക്കും നല്ല ദേഷ്യം വന്നു ജയൻ പറഞ്ഞു, നീ ഒറ്റ ഒരുത്തനെ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. ആദർശ് ഇവിടുന്ന് പോകാനായിട്ട് മെയിൻ കാരണം നീ തന്നെയാണ്. എന്നിട്ട് നീ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുവല്ലേടാ. നിന്റെ ഭാര്യ ഉണ്ടല്ലോ, ഇപ്പൊ തന്നെ എന്തൊക്കെയാണെന്നറിയാം നയനമോളോട് വിളിച്ചു പറഞ്ഞു. ഒടുവിൽ സഹി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനമോള് സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയതാ. ഞാനങ്ങ് ചെന്നില്ലായിരുന്നു നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായാലും. അത് കേട്ടത് അമ്മയും മോനും ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയും നീ ഇങ്ങനെയുള്ള കുരുത്തക്കേടുകൾ ഒപ്പിച്ചിട്ട് തുടരാനാ
ഭാവമെങ്കിൽ അതൊരിക്കലും നടക്കില്ലടാ. ആദർശിനേക്കാളും മുമ്പേ ഈ വീട് വിട്ട് പോകേണ്ടവനാ നീ. എന്നിട്ട് ഇപ്പോഴും നീ സന്തോഷമായിട്ട് ഇവിടെ കഴിയുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോന്റെ നിഴൽവട്ടത്തെങ്ങാനും ചെന്ന് നീ എന്തേലും ഇനി ഒപ്പിച്ചിട്ടുണ്ടോ നിന്നെ വെറുതെ വിടത്തില്ല ഞാൻ. ഈ ജയനാരെ നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എന്തിനാട്ടാ ഏട്ടൻ എന്തിനാ ഇവനോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു. മിണ്ടര് നീ. നീ ഇവനും കൂടെ ചേർന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ആദർശം മുറിയിലുണ്ടെന്ന് അറിയത്തില്ലാതെ നീയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാവുന്ന. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. നല്ല പിള്ളേ ചമയെ ശ്രമിക്കാൻ വേണ്ട. പിന്നീട് അഭിയോട് പറഞ്ഞ്, ഇനി നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. അതും പറഞ്ഞ് ജയനും കൂടെ പോവാണ്. ആ സമയത്ത് അഭി പറഞ്ഞു, അമ്മ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അമ്മാവൻ എന്നെ കൊന്നേനെന്ന് പറഞ്ഞു. എടാ, അവർക്കെല്ലാം ഭ്രാന്ത് കയറിയിരിക്കുക. അത് നിനക്ക് അറിയാവുന്ന കാര്യമില്ലേ? പിന്നെ ജേട്ടൻ ഒരു കാര്യം പറഞ്ഞ് നീ ശ്രദ്ധിച്ചായിരുന്നോ? നവ്യയോട് സത്യങ്ങളൊക്കെ പറയാൻ പോയതാന്ന്. ഹോ, അങ്ങനെ എന്തേലും സംഭവിച്ചായിരുന്നെങ്കിലോ? അല്ലെങ്കിൽ തന്നെ ഏട്ടത്തിയാണെങ്കിൽ ഇപ്പൊ നല്ല പണി തരുന്നുണ്ട്. അതിന്റെ കൂടെ ഇനിയിപ്പൊ നവ്യയും കൂടെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാന്ന് പറഞ്ഞു. എല്ലാത്തിനും കാരണം നീ ഒറ്റയൊരുത്തനാ. നീ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജലജ അങ്ങോട്ട് പോയി. പിന്നീട് ആദർശ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തിനും അവിടെ വേറെ സഹായം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ ആദർശ ചോദിച്ചു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ അല്ലേ എന്ന് ചോദിച്ചു. എല്ലാം നോക്കിയിട്ടുണ്ട് സാറേ, ഇനി എന്തേലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയണം. എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിപ്പിച്ചാൽ മതി എന്ന് പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദർശിനെ ഫോണിലേക്ക് നയനെ വിളിക്കുവാണ്. നയനെ വിളിച്ചിട്ട് ചോദിച്ചു, ആദർശ് ചേട്ടാ അവിടെ എത്തിയെന്ന് ചോദിച്ചു. ദേ ഇപ്പം ഞാൻ വന്ന് കയറിയതുള്ളെന്ന് പറയണം. നീ എന്താ കരയുമായിരുന്നെന്ന് ചോദിച്ചു. അങ്ങനൊന്നും ഇല്ല നയനെ, നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ലേ വന്നത്. നീ വിഷമിക്കില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും നീ അവിടെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? അങ്ങനൊന്നും ഇല്ല ആദർശേട്ടാ, സങ്കടപ്പെടല്ല. നിന്നെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടല്ല കൊണ്ടുവരാതിരുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ ഇവിടെ വിശ്രമിക്കാൻ വേണ്ടി വന്നതല്ല. എനിക്ക് രാപ്പകലില്ലാതെ ജോലി എടുക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ നമ്മുടെ കമ്പനിയെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി വന്ന. അപ്പൊ ആ സമയത്ത് നിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ. സാരമില്ല, ഡെലിവറി കഴിഞ്ഞുമ്പോൾ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ആദർശിനെ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കിരൺ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എന്നെ ജയനങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എന്ത് ചെയ്യാനാടാ, ഇപ്പൊ കുടുംബത്തിന് പല പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിനക്കറിയാലോ, കുടുംബത്തെയും കമ്പനിയും തകർക്കാനാണ് ഇപ്പൊ ഏൺ ജ്വല്ലറിക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നവ്യനെ അവരുടെ പരസ്യ മോഡലായിട്ട് അഭിനയിക്കാൻ പോലും വിളിച്ചത്. അതൊക്കെ അവരുടെ ഒരു തന്ത്രം മാത്രമായിരുന്നു. കമ്പനിയെ തകർക്കുക ഒരു ലക്ഷ്യമൊന്നല്ല, കുടുംബത്തെയും കൂടെ തകർക്കുക. ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നാ തോന്നുന്നേ എന്നൊക്കെ ഇങ്ങനെ കിരണിനോട് പറയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ഇന്നലെ വൈകുന്നേരം പ്രമോ വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അതുപോലെ കിരണിന്റെ കല്യാണിന്റെ ഒന്നും വിശേഷങ്ങൾ 2-3 ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ഇന്ന് മുതൽ വീണ്ടും നമ്മൾ അവരുടെയൊക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.